കോട്ടയം മെഡിക്കൽ കോളേജിലെ ദാരുണമായ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ബിന്ദുവിന്റെ ഭർത്താവും മകളും. ഈ മകളുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ബിന്ദു കുടുംബവും മെഡിക്കൽ കോളേജിലേക്ക് പോയത്. അവർ വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഒരുപക്ഷെ ചികിത്സിച്ച് ഭേദമായി മടങ്ങിയെത്തേണ്ട വീട്ടിലേക്കാണ് ഇങ്ങനെ ഒരു സങ്കട വാർത്തയുമായാണ് അവരെത്തുന്നത്. ബിന്ദുവിന്റെ അമ്മ അലമുറയിട്ട് കരയുന്നത് നമ്മൾ മുമ്പ് ദൃശ്യങ്ങൾ കണ്ടതാണ്. റാഫി കരീം ചേരുന്നുണ്ട്. റാഫി, ഒരു ആശുപത്രിയിലേക്ക് പോകുമ്പോൾ തിരികെ എല്ലാം മാറി സൗഖ്യമായി വരാമെന്ന പ്രതീക്ഷയിൽ പോയ കുടുംബമാണ്. പക്ഷേ അവർ തിരികെ എത്തുമ്പോൾ ഒരാളൊപ്പമില്ല. അതിനേക്കാൾ ഏറെ സങ്കടമാണ് ആ കുടുംബത്തിന് അത്താണിയായ ബിന്ദു ഇനിയില്ല എന്നത്. തീർച്ചയായും വളരെ സങ്കടമുള്ള കാഴ്ചയാണ് ഈ വീട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അല്പസമയം മുൻപാണ് ബിന്ദുവിൻ്റെ മകനും ഒപ്പം തന്നെ ബിന്ദുവിൻ്റെ ഭർത്താവും ഈ വീട്ടിലേക്ക് എത്തിയത്. മകളെ ഈ ബിന്ദുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ഈ ഓപ്പറേഷനും മറ്റും കഴിഞ്ഞതിനാൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് മറ്റൊരു വീട്ടിലേക്കാണ് മകളെ കൊണ്ടുപോയിരിക്കുന്നത്. ഇപ്പോൾ ബിന്ദുവിൻ്റെ അമ്മയെ ഈ ഭർത്താവും ഒപ്പം തന്നെ ബിന്ദുവിൻ്റെ മകനും ചെന്ന് കണ്ടപ്പോഴാണ് ഈ രംഗങ്ങൾ വളരെ സങ്കടമുള്ള ഒരു കാഴ്ചയായി മാറുന്നത്. കാരണം ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല ബിന്ദുവിന്റെ മരണം. ഈ കുടുംബത്തിന്റെ ആശ്രയമായിരുന്ന ബിന്ദു മകളുടെ ചികിത്സക്കായാണ് ജോലിസ്ഥലത്ത് നിന്ന് ഒരാഴ്ച ലീവ് എടുത്ത് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയത്. 7 ദിവസത്തിനപ്പുറം മടങ്ങി വരാമെന്നുള്ള ഉറപ്പ് നൽകിയാണ് ബിന്ദു ഈ വീട്ടിൽ നിന്ന് പോയത്. ഭർത്താവും മകനും ഒപ്പമുണ്ടായിരുന്നു. ഇന്നലെ ഈ മകൻ മടങ്ങി വന്നു. അതിന് പിന്നാലെയാണ് ബിന്ദുവും ഭർത്താവും ഉണ്ടായിരുന്നത്. ഈ മകൾ നവമിക്കൊപ്പമായിരുന്നു ബിന്ദു ഉണ്ടായിരുന്നത്. നവമിക്ക് കൂട്ടിരിപ്പ് ബിന്ദു ആയിരുന്നു. ഇന്ന് രാവിലെയാണ് ബിന്ദു കുളിക്കുന്നതിന് വേണ്ടി ഈ കെട്ടിടത്തിലേക്ക് പോകുന്നതും ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്നതും. 2 മണിയോടുകൂടിയാണ് ബിന്ദുവിന്റെ അപകട വിവരം ഈ കുടുംബം അറിയുന്നത്. ബിന്ദുവിനെ കാണാതായപ്പോൾ ഭർത്താവും മകനും ചെന്ന് പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തിയത്. പിന്നീട് ഈ കുടുംബം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല സംഭവിച്ചത്. ഇവർ കേട്ട വിവരങ്ങളൊന്നും ഇപ്പോൾ ഇവിടെ ബന്ധുക്കളും ഇവിടെയുള്ള നാട്ടുകാരും എല്ലാം ഈ അമ്മയെയും ഈ കുടുംബത്തെയും ആശ്വസിപ്പിക്കാൻ കഷ്ടപ്പെടുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ബിന്ദുവിന്റെ സഹോദരി ഒപ്പം തന്നെ അവരുടെ ബന്ധുക്കളെല്ലാം ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ബിന്ദുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ആ മൃതദേഹം ഈ തലയോല പറമ്പിലേക്ക് എത്തിക്കും. ഇന്ന് തലയോല പറമ്പിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലായിരിക്കും ആ മൃതദേഹം സൂക്ഷിക്കുക. നാളെയാണ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. വീട്ടുവളപ്പിൽ ഉച്ചയോടെ സംസ്കാരം നടക്കും. ഈ നിലയിലുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വിദേശത്തുള്ളൊരു ബന്ധു എത്താനുണ്ട്. അതിനുവേണ്ടിയാണ് ഇത്തരത്തിൽ നാളേക്കുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ സങ്കട കാഴ്ചയാണ് ബിന്ദുവിന്റെ വീട്ടിലുള്ളത്. ടെക്സ്റ്റൈൽസിലായിരുന്നു ബിന്ദു ജോലി ചെയ്തിരുന്നത്. ബിന്ദു ആയിരുന്നു കുടുംബം നോക്കിയിരുന്നത്. ഭർത്താവിന് കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ്. അതുകൊണ്ട് എല്ലാ സമയത്തും ജോലി ഉണ്ടായിരുന്നില്ല. 2 മക്കളുടെ പഠിപ്പ് അത് ബിന്ദുവാണ് നോക്കിയിരുന്നത്. മൂത്ത മകൻ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം നേടിയ ആളാണ്. മകൾ BSc നഴ്സിംഗിനായിരുന്നു പഠിച്ചിരുന്നത്. മകൾ മുൻപൊരിക്കൽ വീണ് ഒരു അപകടം സംഭവിച്ചിരുന്നു. അതിൽ ചില പരിക്കുകൾ പറ്റിയിരുന്നു. ആ പരിക്കുകളാണ് ഇത്തരത്തിൽ നട്ടെല്ലിന് ചെറിയൊരു പ്രശ്നമായി വന്നതും. അതിന് ഓപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ബിന്ദു കുടുംബത്തോടൊപ്പം പോയതും. അത്തരത്തിൽ ഈ യാത്രയാണ് ഇത്തരത്തിൽ വലിയ സങ്കട കാഴ്ചയായി മാറുന്നത്. വലിയ അപകടത്തിൽ ബിന്ദുവിന്റെ മരണം സംഭവിക്കുന്നത്. എന്തായാലും ഈ കുടുംബത്തിൽ നിന്ന് ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ കണ്ടു നിൽക്കുന്നവർക്ക് സഹിക്കാൻ കഴിയുന്നതല്ല ഈ കാഴ്ചകളൊന്നും. ഇവിടെയുള്ള ബന്ധുക്കളും നാട്ടുകാരും നന്നെ കഷ്ടപ്പെടുന്നുണ്ട് ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ. അവർക്കതിന് കഴിയുന്നില്ല എന്നൊരു സ്ഥിതിയുണ്ട്. കാരണം ബിന്ദുവിനെ ഇവിടെ എല്ലാവർക്കും അടുത്തറിയുന്ന ഒരാളായിരുന്നു. എല്ലാവരുമായി നല്ല ബന്ധം സൂക്ഷിച്ചിരുന്ന വ്യക്തിയായിരുന്നു. ഈ നാട്ടുകാർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല ഈ കാഴ്ച. തീർച്ചയായും റാഫി, പ്രായമായ അമ്മ ആദ്യം മുതൽ തന്നെ നമ്മൾ ആ അമ്മയുടെ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. അമ്മയുടെ ആശ്രയമായിരുന്നു. ഒപ്പം മകളുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് മകൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്ന അഭയം ബിന്ദുവായിരുന്നു. ഭർത്താവിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടതാണ് മുമ്പ്. എൻ്റെ മക്കളെ വളർത്തിയത്, അവരെ ഈ നിലയിലാക്കിയത് ഞാനല്ല, ബിന്ദുവാണ്, ഭാര്യയാണ് എന്ന് ആ ഭർത്താവ് പറയുന്നുണ്ട്. അങ്ങനെ ആ വീടിനും എന്തായിരുന്നു ബിന്ദു എന്നുള്ള ഇവരുടെയൊക്കെ പ്രതികരണങ്ങളിൽ നിന്ന്, ഇവരുടെയൊക്കെ വാക്കുകളിൽ നിന്ന്, ഇവരുടെയൊക്കെ പൊട്ടിക്കരച്ചിൽ നിന്ന് നമുക്ക് വ്യക്തമായതാണ്. നാട്ടുകാരും സുഹൃത്തുക്കളും ബിന്ദുവിനൊപ്പം ജോലി ചെയ്ത ആളുകൾ പോലും വലിയ നടുക്കത്തോടു കൂടിയാണ്. മകളുടെ ചികിത്സ കഴിഞ്ഞ് ഒരാഴ്ചത്തെ അവധിയാണ് എടുത്തത്. അതിനുശേഷം തിരികെ മടങ്ങി വരും, എല്ലാം നന്നായി പൂർത്തിയാക്കി തിരികെ എത്താമെന്ന പ്രതീക്ഷയിൽ പോയൊരു കൂട്ടുകാരിയെ നഷ്ടപ്പെട്ട സഹപ്രവർത്തകയുടെ കരച്ചിലും നമ്മൾ കണ്ടു. അങ്ങനെ ആ പ്രദേശമാകെ വലിയ സങ്കടത്തിലേക്ക് പോകുന്നു. സങ്കടക്കാഴ്ചയാണ് ആ വീട്ടിൽ നിന്ന് വരുന്നത്. റാഫി കരീം തുടരുന്നുണ്ട്. റാഫി, ഇനി ബിന്ദുവിൻ്റെ സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമായിട്ടുണ്ടോ?
തീർച്ചയായും ബിന്ദുവിന്റെ സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളിൽ നിലവിൽ തീരുമാനമെടുത്തിട്ടുണ്ട് കുടുംബം. അതിൽ പ്രധാനപ്പെട്ടത് ഇന്ന് ബിന്ദുവിന്റെ മൃതദേഹം ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ്. ബിന്ദുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് തലയോലപ്പറമ്പിലെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോവുക. ഇന്ന് രാത്രി മൃതദേഹം തലയോലപ്പറമ്പിലെ ആശുപത്രി മോർച്ചറിയിലായിരിക്കും സൂക്ഷിക്കുക. നാളെ രാവിലെ 7 മണിയോടെയായിരിക്കും മൃതദേഹം ബിന്ദുവിന്റെ വീട്ടിലേക്ക് എത്തിക്കുക. തുടർന്ന് ഉച്ചവരെ ഇവിടെ പൊതുദർശനമുണ്ടാകും. ആളുകൾക്ക്, ബന്ധുക്കൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം ക്രമീകരിച്ചിരിക്കുന്നത് വീട്ടിലാണ്. അതിനുശേഷം ഈ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്നത്. ബിന്ദുവിന്റെ സഹോദരിയുടെ മകൻ വിദേശത്താണ്. ആ മകൻ ഇന്ന് രാത്രിയോടെ ഇവിടേക്ക് എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ നിലയിൽ ബന്ധുക്കളെയെല്ലാം എത്തിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ബിന്ദുവിന്റെ ഭർത്താവിന്റെ വീട് കൊല്ലത്താണുള്ളത്. ഇത് ഇവിടെ ഈ തലയോലപ്പറമ്പിലുള്ളത് ബിന്ദുവിന്റെ വീടാണ്. ഇവർ ഈ പ്രായമായ അമ്മയെ നോക്കുന്നതിന് വേണ്ടിയാണ് തലയോലപ്പറമ്പിലെ വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ ബിന്ദുവിന്റെ ഭർത്താവിന്റെ ബന്ധുക്കൾ ഇങ്ങോട്ട് എത്താനുണ്ട്. അവർ കൊല്ലത്താണുള്ളത്. ഈ നിലയിലുള്ള ആളുകളെല്ലാം ഇങ്ങോട്ട് ഇന്ന് രാത്രിയോടുകൂടി എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതനുസരിച്ച് നാളെ ഉച്ചയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്നത്. നാളെ 7 മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കും. റാഫി കരീമാണ് വിവരങ്ങൾ നൽകുന്നത്. തലയോലപ്പറമ്പിൽ ബിന്ദുവിൻ്റെ വീട്ടിൽ നിന്നുള്ള രംഗങ്ങളാണ് കാണുന്നത്. ബിന്ദുവിൻ്റെ അമ്മയാണ് പ്രായമായ സ്ത്രീ. അവർ അവശതകളുണ്ടെങ്കിലും അലമുറയിട്ട് കരയുകയാണ്. ആ മരണവാർത്ത അറിഞ്ഞത് മുതൽ ആ വീട്ടിലേക്ക് എത്തിയവരെ എല്ലാവരെയും കെട്ടിപ്പിടിച്ച അമ്മ കരയുകയാണ്. കാരണം അവരുടെ ആശ്രയമാണ് മകൾ ബിന്ദു. ഒപ്പം ഈ മെഡിക്കൽ കോളേജിലേക്ക് ബിന്ദു പോകാനിടയായ സാഹചര്യം അത് സ്വന്തം മകളുടെ നവമിയുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സർജറിക്ക് വേണ്ടി പോയതാണ്. അതെല്ലാം പൂർത്തിയാക്കി ആരോഗ്യം വീണ്ടെടുത്ത് തിരികെ സന്തോഷത്തോടു കൂടി മടങ്ങി വരാമെന്ന പ്രതീക്ഷയിൽ പോയൊരു കുടുംബമാണ്. ബിന്ദുവും ബിന്ദുവിൻ്റെ ഭർത്താവും മകളും കൂടിയായിരുന്നു ആശുപത്രിയിലേക്ക് പോയത്. പക്ഷേ അവർ തിരികെ എത്തുമ്പോൾ ആ വീട്ടിലേക്ക് ഇപ്പോൾ ഭർത്താവും മകനും തിരികെ എത്തുമ്പോൾ ബിന്ദു ഒപ്പമില്ല. ഇന്ന് അങ്ങേയറ്റം അധികൃതരുടെ വീഴ്ചയിലുണ്ടായ ഒരു അപകടം, അതിൽ ബിന്ദു എന്ന ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ്. ആ കുടുംബത്തിൻ്റെ ആകെ ആശ്രയമാണ്. ആ കുടുംബത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും ആശ്രയമാണ്, അഭയമായിരുന്നു ബിന്ദുവിനെ നഷ്ടമായതിൻ്റെ വലിയ വേദന ആ കുടുംബവും ആ കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്ന ബിന്ദുവിൻ്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും മക്കളും അവരുടെ സുഹൃത്തുക്കളും ഒക്കെ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ പങ്കുവെക്കുന്നതാണ്. ഏതായാലും നാളെയാണ് ബിന്ദുവിൻ്റെ സംസ്കാരം നടക്കുക. ഇപ്പോൾ മൃതദേഹം കോട്ടയത്ത് ഒരു മോർച്ചറിയിൽ സൂക്ഷിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം.